ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് കാണേണ്ടവർ കാണുന്നില്ല, കണ്ടാൽ തന്നെ അതിന് വിലയും തരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായും കഠിനാധ്വാനം ചെയ്ത് പരമാവധി എഫേർട്ട് എടുത്തിട്ടാവും അത് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അത് കാണേണ്ട വ്യക്തി നമ്മുടെ എഫേർട്ട് കാണാത്ത പോലെ നിന്നാൽ, നമ്മുടെ ശ്രമങ്ങളൊക്കെ വെറുതെ ആണെന്ന തിരിച്ചറിവ് വരുമ്പോൾ ആ ഒരു വേദനയിലൂടെ പോയിട്ടുണ്ടോ? അവരെ നിങ്ങളിലൊരാളായി കണ്ടിട്ടും നിങ്ങളുടേതാണ് എന്ന് കരുതിയിട്ടും അവരുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രയോറിറ്റി, മുൻഗണന അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതൊരു വേദനയാണല്ലേ. പ്രത്യേകിച്ച് അത് നമ്മുടെ കുടുംബമാകുമ്പോൾ, സുഹൃത്തുക്കളാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാളാകുമ്പോൾ. ഈ ഒരു വിലയില്ലാത്ത അവസ്ഥ മാറാൻ വഴികളുണ്ടോ? മറ്റുള്ളവർ വിലമതിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ജീവിതത്തിൽ നമ്മളെ നിലനിർത്താൻ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലോ? ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആളുകൾക്ക് നിങ്ങളുടെ മൂല്യം കാണാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങൾ അർഹിക്കുന്ന പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 9 പവർഫുൾ സ്റ്റെപ്സാണ്. അവസാനം വരെ കാണുക, കാരണം ഓരോ സ്റ്റെപ്സും അവസാനം പറയാൻ പോകുന്ന പോയിന്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം സൃഷ്ടിക്കുക. സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുമെന്ന് പേടിയുള്ളതിനൊക്കെ ആളുകൾക്കൊരു വില ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും എനർജിക്കും ഒക്കെ ഒരാൾക്ക് പരിധിയില്ലാത്ത ആക്സസ് കൊടുത്താൽ, പ്രവേശനം കൊടുത്താൽ ആളുകൾ അതിനെ നിസ്സാരമായിട്ട് കാണും, ഒരു വില ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തുക. ഒരടി പുറകോട്ട് നിൽക്കുക, മറ്റുള്ളവരുമായി കൂടുതൽ സമയം ചിലവഴിക്കുക, നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ അമിതമായി ഷെയർ ചെയ്ത് നിർത്തുക. അങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് വരുമ്പോൾ, നിങ്ങളുടെ അഭാവം അവർക്ക് അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഒരിക്കലും സാധാരണമല്ലെന്ന് അവർക്ക് മനസ്സിലാകും. അത് വിലപ്പെട്ടായിരുന്നെന്ന് അവർ മനസ്സിലാക്കുന്നു. ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വിവേകത്തോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഡിസ്റ്റൻസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള ആ ബോണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ബാലൻസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ശക്തി ഇരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് എപ്പോഴും ലഭ്യമാകാതിരിക്കുക, എപ്പോഴും അവൈലബിൾ ആവുന്നത് ഒഴിവാക്കുക. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ബാക്കിയുള്ളതൊക്കെ ഇട്ടെറിഞ്ഞ് നിങ്ങൾ അവർക്ക് റിപ്ലൈ ചെയ്യാറുണ്ടോ? അതേതാണ് ഉത്തരമെങ്കിലും നിങ്ങളുടെ സമയത്തിന് ഒരു വിലയുമില്ല എന്ന് ആ വ്യക്തിയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും അവൈലബിൾ ആകുന്ന നിർത്തുക. ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതവും നിങ്ങളുടെ മുൻഗണനകളും നിങ്ങളുടെ ഷെഡ്യൂളും ജോലിയും കുടുംബവും ഒക്കെ ഉണ്ടെന്ന് ആളുകൾ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ സാന്നിധ്യം ഒരു ഗിഫ്റ്റായിട്ട് തോന്നുന്നവർക്ക്, നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് അവർക്ക് തോന്നും. അടുത്ത സ്റ്റെപ്പാണ് ചില മിസറീസ്, നിഗൂഢകൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. ഒരു റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാലും എല്ലാം ഉടനെ തന്നെ മറ്റേ വ്യക്തിയുമായി പങ്കുവയ്ക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എന്നാൽ ബന്ധങ്ങളിൽ നിഗൂഢത എന്ന് പറയുന്നത് കാന്തം പോലെയാണെന്ന് പറയാറുണ്ട്. എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് വെളിപ്പെടുത്താതിരിക്കുക. ഒരു ജിജ്ഞാസയ്ക്ക് എപ്പോഴും ഇടം കൊടുക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും കണക്റ്റ് ആവാൻ മാത്രമുള്ളത് ഷെയർ ചെയ്യുക. അവർക്ക് എപ്പോഴും ഒരു ജിജ്ഞാസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പിടിച്ചു വയ്ക്കുക. അറിയാത്തത് അറിയാൻ അല്ലെങ്കിൽ കാണാത്തത് കാണാൻ ആളുകൾക്ക് ഭയങ്കര ജിജ്ഞാസാവും അല്ലേ. ആ ജിജ്ഞാസ ആകർഷണം സൃഷ്ടിക്കും. നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ വ്യക്തി ആഗ്രഹിക്കുന്നതിനാൽ ആൾ നിങ്ങളെ കൂടുതൽ വിലമതിക്കും. നാലാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അവരനുവദിക്കുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, നിങ്ങൾ ആർക്കാണ് ഏറ്റവും വില കൊടുക്കുക അല്ലെങ്കിൽ കൂടുതൽ വില കൊടുക്കുക? നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തൊരു സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യം വന്നപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന സുഹൃത്ത് ആളെയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ചെറിയ വിരൽ പോലും അനക്കാത്തൊരു സുഹൃത്തിനോ? തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന സുഹൃത്തിന് അല്ലേ. ആളുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വില കൽപ്പിക്കുന്നു. അതിനാൽ അവർ നിങ്ങളെ നിക്ഷേപിക്കട്ടെ. നിക്ഷേപിക്കുക എന്ന് പറയുമ്പം അവരുടെ സമയം, ശ്രദ്ധ, അവരുടെ എഫേർട്സ് എല്ലാം പെടും. അതുകൊണ്ട് എല്ലാം ഭയങ്കര ഈസി ആക്കരുത്, എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കരുത്. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വേണമെന്ന് അവർക്ക് തോന്നുമ്പോൾ അവരതിന് കൂടുതൽ ശ്രദ്ധയോടെ സംരക്ഷിക്കും, കൈകാര്യം ചെയ്യും. അടുത്ത സ്റ്റെപ്പാണ് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, മുൻഗണന കൊടുക്കുക. പലരും മറക്കുന്നൊരു കാര്യമാണിത്. നമ്മൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ വേറെ ആരും അത് ചെയ്യില്ല. വേറെ ആരും നമുക്ക് പ്രയോറിറ്റി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. ബൗണ്ടറീസ്, അതിർത്തികൾ നിശ്ചയിക്കുക. നിങ്ങളുടെ എനർജി സംരക്ഷിക്കുക. നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങൾക്ക് ഒരു വിലയും തരാത്ത ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. പിന്നെ അവർ നിങ്ങളോട് വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങും. അതൊരിക്കലും സ്വാർത്ഥത കൊണ്ടല്ല കേട്ടോ, ആത്മാഭിമാനം കൊണ്ടാണ്, സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടാണ്. അടുത്ത സ്റ്റെപ്പാണ് ഒരിക്കലും അവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കരുതെന്നാണ്. അതെ, ആളുകളെ സ്നേഹിക്കുക, അവരെ കെയർ ചെയ്യുക, അവർക്കൊപ്പം നിൽക്കുക. എന്നാൽ ഈ പ്രക്രിയയിൽ, ഈ പ്രോസസ്സിൽ സ്വയം നഷ്ടപ്പെടാതിരിക്കുക. നിങ്ങളുടെ ലോകം അയാൾ മാത്രമാകുമ്പോൾ, അല്ലെങ്കിൽ അയാളെ മാത്രം ചുറ്റിപ്പറ്റിയാകുമ്പോൾ അവർ നിങ്ങളെ വിലമതിക്കുന്ന നിർത്തും. നിങ്ങളുടെ പാഷൻസ് നിലനിർത്തുക, ആഗ്രഹങ്ങൾ നിലനിർത്തുക, സൗഹൃദങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നിലനിർത്തുക. നിങ്ങൾ അവരുടെ ശ്രദ്ധ കിട്ടാൻ എത്രത്തോളം കുറച്ച് ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ ആഗ്രഹിക്കും.
7ാമത്തെ സ്റ്റെപ്പാണ് ആശയവിനിമയങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് നിർത്തുക. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളാണ് ആദ്യം മെസ്സേജ് അയക്കാറ്, ആദ്യം കോൾ ചെയ്യാറ്, അല്ലെങ്കിൽ ആദ്യം അന്വേഷിക്കാറ്? അതേന്നാണെങ്കിൽ അത് താൽക്കാലികമായി നിർത്തി നോക്കുക. ബാക്കി സൈലൻസ് ചെയ്യട്ടെ. നിങ്ങൾക്ക് വില തരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ അതാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരം. ഇങ്ങനെ നമ്മളൊരു സ്റ്റെപ്പ് പിന്നിലേക്ക് വരുമ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾ എല്ലായ്പ്പോഴും മുൻകൈ എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും എഫേർട്സ് ഉണ്ടാകാൻ തുടങ്ങുന്നു. അനുഭവം ഉണ്ടോ? അടുത്ത സ്റ്റെപ്പാണ് നിങ്ങളുടെ സന്തോഷങ്ങൾ സ്വയം സൃഷ്ടിക്കുക. നിങ്ങൾ സ്വയം സൃഷ്ടിക്കുക. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയോ? നമ്മുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നത്. അവർ നമ്മളോട് നന്നായി പെരുമാറിയാൽ നമ്മൾ ഹാപ്പി. അവർ നമ്മളോട് നന്നായിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നെങ്കിലോ നമ്മൾ തകർന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് വിഷമാകും, അല്ലേ? എന്നാൽ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കെട്ടിപ്പടുക്കുന്നതിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുക, കഴിവുകൾ വികസിപ്പിക്കുക, മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി പെടുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സന്തോഷം പ്രസരിക്കുമ്പോൾ അത് നിങ്ങളുടെ മുഖത്ത് കാണുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ്. 9ാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായ സ്റ്റെപ്പാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം കാണിക്കുക. ഇത് ഏറ്റവും ബുദ്ധിമുട്ടും എന്നാൽ ഏറ്റവും ശക്തമായ ആ സ്റ്റെപ്പാണ്. അനാദരവ്, അവഗണന, വില കുറച്ച് കാണൽ എന്നിവയിൽ നിന്നൊക്കെ മാറി നടക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്റ്റാൻഡേർഡ് വയ്ക്കുകയാണ് ചെയ്യുക. അതുവഴി നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എനിക്കെൻ്റെ വില അറിയാം, അതിൽ കുറഞ്ഞൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ തൃപ്തിപ്പെടില്ല എന്നാണ്. അത് കാണുമ്പോൾ ശരിയായ ആളുകൾ ആ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ, അല്ലെങ്കിൽ നിങ്ങൾ വെച്ച സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നു വരാൻ ശ്രദ്ധിക്കും. അവർ നിർബന്ധിതമാകും. ശ്രദ്ധിക്കുക, എല്ലാവരും നിങ്ങളുടെ വില ഉടനടി തിരിച്ചറിഞ്ഞു കൊള്ളണമെന്നില്ല. അതിന് ഒരു കുഴപ്പമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളത് തിരിച്ചറിയുന്നുവെന്നാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ വില തിരിച്ചറിയുമ്പോൾ, അങ്ങനെ പെരുമാറുമ്പോൾ മറ്റുള്ളവർക്കും അത് അംഗീകരിക്കാതെ വേറെ മാർഗ്ഗമില്ലാതാവുന്നു. അംഗീകാരത്തിനായി ആരുടെയും പിറകെ ഓടാതിരിക്കുക, ആരുടെയെങ്കിലും പ്രയോറിറ്റി ആകാൻ വേണ്ടി യാചിക്കാതിരിക്കുക. പകരം ആത്മവിശ്വാസത്തോടും ലക്ഷ്യബോധത്തോടെയും കൂടി ജീവിക്കുക. കാലക്രമേണ ശരിയായ ആളുകൾ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. അല്ലാത്തവർ ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല, നിങ്ങളുടെ കൂടെ നടക്കാൻ അവരൊരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് തന്നെ സ്വയം പ്രോമിസ് ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന് കരുതി കാത്തിരിക്കുന്നതിന് പകരം സ്വയം തിരഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരിക്കലും ആരുടെയും ഓപ്ഷൻ ആയിരിക്കില്ല, നിങ്ങളെപ്പോഴും ഒരു പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. ഇതിലേതെങ്കിലും അവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കുക.